നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ നേവി അഗ്നിവീർ മെട്രിക് റിക്രൂട്ട്മെന്റ് 2024 എന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുവാൻ പോകുന്നത്. എക്സാമിനേഷന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ, ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട രീതി എന്നിവയെ കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ വിശദമായി സംസാരിക്കുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഏറ്റവും പുതിയ ഡിഫൻസ് ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയി അറിയുവാൻ സാധിക്കുന്നതാണ്. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പരീക്ഷാ പരിശീലനം ആരംഭിക്കുവാൻ സാധിക്കും. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോച്ചിംഗ് പ്രോഗ്രാമുകളുടെ ഭാഗമാകുവാൻ സ്ക്രീനിൽ കാണുന്ന 8943901234 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ നേവി അഗ്നിവീർ മെട്രിക് റിക്രൂട്ട്മെന്റ് 2024 10ാം ക്ലാസ് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ നേവിയിൽ സെയിലറായി ജോയിൻ ചെയ്യാനുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യൻ നേവി മെട്രിക് റിക്രൂട്ട്മെന്റ്. നമുക്കിനി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ candidate must have matriculation examination with 50% of marks in aggregate from the Board of School Education recognized by Ministry of Education, Government of India. 10ാം ക്ലാസ് പരീക്ഷയിൽ 50% മാർക്കോട് കൂടി പാസ്സായവരായിരിക്കണം വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ 10ാം ക്ലാസിന്റെ കേരള SSLCയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് വന്നത്. അപ്പോൾ ആ ഒരു വിഷയം ആർക്കും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 1 നവംബർ 2003 30 ഏപ്രിൽ 2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം കാൻഡിഡേറ്റ്സ്. ഈ രണ്ട് ഡേറ്റുകളിൽ ജനിച്ച വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, ഓൺലി അൺമാരിഡ് ഇന്ത്യൻ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ എൻറോൾമെന്റ്. അൺമാരിഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാത്രമേ പരീക്ഷകളിൽ അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഗ്നിവീറിന്റെ ടെന്യൂർ പീരീഡായ 4 വർഷ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാനും സാധിക്കുന്നതല്ല. അഗ്നിവീർ റിക്രൂട്ട്മെന്റിന്റെ മറ്റു ഘടകങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. 4 വർഷമാണ് സർവീസ് പീരീഡ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വർഷത്തിൽ 30 ദിവസമാണ് അഗ്നിവീർ കാൻഡിഡേറ്റ്സിന് ലീവ് ലഭിക്കുക. പ്രതിമാസം 30,000 രൂപയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക. അതിന്റെ കൂടെ മറ്റ് അലവൻസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ 4 വർഷത്തെ ടെന്യൂർ പീരീഡ് കഴിഞ്ഞ് പോകുമ്പോൾ ലഭിക്കുന്ന ഒരു സേവാനിധി ഫണ്ട് ഉണ്ട്. ഏകദേശം 5 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് സേവാനിധി ഫണ്ടായിട്ട് ഓരോ കേഡറ്റിനും ലഭിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ച് കൃത്യമായി ഉറപ്പുവരുത്തുക. അഗ്നിവീറിന്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് നമുക്കൊന്ന് നോക്കാം. 1ാം ഘട്ടമായി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക. 2ാം ഘട്ടമായി ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും റിട്ടൺ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യമേ പറഞ്ഞിരുന്നു, സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ധാരാളം വിദ്യാർത്ഥികളിൽ നിന്ന് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 50 ക്വസ്റ്റ്യനുകളാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവുക. ശരി ഉത്തരങ്ങൾക്ക് 1 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾക്ക് ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ 2 ഭാഷകളിൽ പരീക്ഷകൾ എഴുതുവാൻ സാധിക്കും നിങ്ങളുടെ ചോയ്സിനനുസരിച്ച്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുക. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നൊരു സെക്ഷനും ജനറൽ അവയർനെസ് എന്ന 2ാമത്തെ സെക്ഷനും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ എക്സാമിനേഷൻ സിലബസ് വരുന്നത് 10th ബേസ്ഡ് ആണ്. അതുകൊണ്ട് 10ാം ക്ലാസ് ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ പരീക്ഷകൾ ഉണ്ടായിരിക്കുക. 30 മിനിറ്റ് ആണ് നിങ്ങളുടെ എക്സാമിനേഷൻ ടൈം ഉണ്ടായിരിക്കുക. കാൻഡിഡേറ്റ്സിന് 2 വിഷയങ്ങൾക്കും പാസ്സാവേണ്ടതുണ്ട്. ഓരോ വിഷയത്തിനും പ്രത്യേകം കട്ട് ഓഫ് മാർക്കുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ഓരോ തെറ്റുത്തരത്തിനും നിങ്ങളുടെ 0.25 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങളുടെ എക്സാമിനേഷൻ ഫീസ് വരിക 550 രൂപയാണ്. നിങ്ങൾ ഈ എക്സാമിനേഷൻ ഫീസ് കൃത്യമായി അടയ്ക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. അടുത്തത് സ്റ്റേജ് 2 എക്സാമിനേഷനെ കുറിച്ച് നോക്കാം. സ്റ്റേജ് 2-ലുള്ളത് റിട്ടൺ എക്സാമിനേഷൻ, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, പിന്നെ അതിന്റെ കൂടെ തന്നെ മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റേജ് 2-ന്റെ സിലബസ് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് ലഭിക്കുന്നതാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.6 കിലോമീറ്റർ ഓട്ടം, സ്ക്വാട്സ്, പുഷപ്സ്, ബെന്നി, സിറ്റപ്സ് എന്നീ 4 കാറ്റഗറിയിലായിരിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടക്കുക. ആൺകുട്ടികൾക്ക് 1.6 കിലോമീറ്റർ
1.6 കിലോമീറ്റർ ഓട്ടം 6 മിനിറ്റ് 30 സെക്കൻഡിലും പെൺകുട്ടികൾക്ക് 8 മിനിറ്റിലുമാണ് പൂർത്തിയാക്കേണ്ടത്. സ്ക്വാഡ്സ് 20 സ്ക്വാഡ്സ് ആൺകുട്ടികൾക്കും 15 സ്ക്വാഡ്സ് പെൺകുട്ടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. പുഷപ്സ് 15 പുഷപ്സ് ആൺകുട്ടികളും 10 പുഷപ്സ് പെൺകുട്ടികളും പൂർത്തിയാക്കണം. ബെൻഡ് നീ സിറ്റപ്സ് 15 എണ്ണം ആൺകുട്ടികളും 10 എണ്ണം പെൺകുട്ടികളും പൂർത്തിയാക്കണം. നിങ്ങളുടെ സ്പോർട്സ്, സ്വിമ്മിംഗ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങളുടെ സ്പോർട്സ്, സ്വിമ്മിംഗ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു കൂടുതൽ അഡ്വാൻറ്റേജ് നൽകും. മെഡിക്കൽ എക്സാമിനേഷനെ കുറിച്ചും മെഡിക്കൽ എക്സാമിനേഷന്റെ മറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി വായിച്ചു നോക്കി മനസ്സിലാക്കുക. നമുക്കിനി എക്സാമിനേഷന് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. മെയ് 13-നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മെയ് 13-ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ മെയ് 27-ാം തീയതി വരെ മാത്രമേ ഉണ്ടായിരിക്കുന്നതുള്ളൂ. അപ്പോൾ പ്രൊസീജിയർ ഈസ് അവൈലബിൾ ഓൺ ദ വെബ്സൈറ്റ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട ഫോട്ടോഗ്രാഫിനെ കുറിച്ച് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത് ബ്ലാക്ക് സ്ലേറ്റ് പിടിച്ച് അതിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന ഡേറ്റ് രേഖപ്പെടുത്തിയ ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അതിന്റെ സൈസും ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് വിവരങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, 27 മെയ് 2024-നാണ് ലാസ്റ്റ് ഡേറ്റ്. മെയ് 13 തുടങ്ങിയാൽ 27-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. 14 ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ആയിരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും, പരീക്ഷയുടെ ആദ്യ ഘട്ടം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതിന് ഷോർട്ട് ലിസ്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ധാരാളം വിദ്യാർത്ഥികൾ വരുന്നതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനാണ് ഇങ്ങനത്തെ ഘട്ടം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായി പഠിച്ചാൽ മാത്രമേ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ നിരവധി വിദ്യാർത്ഥികൾ ഇതുപോലുള്ള മത്സര പരീക്ഷകളിൽ വിജയിച്ച് അവരവരുടെ കരിയറുകളിൽ അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോച്ചിംഗ് പ്രോഗ്രാമുകളിൽ പേര് രജിസ്റ്റർ ചെയ്യുവാനായി സ്ക്രീനിൽ കാണുന്ന 8943901234 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക. നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷാ പരിശീലനം ഉടനെ തന്നെ ആരംഭിക്കുവാനായി മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ പരിശീലനം ആരംഭിക്കുവാൻ സാധിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഡിഫൻസ് ന്യൂസുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയുവാൻ സാധിക്കുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.